സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോട് ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ. 6ാമത്തെ ആഴ്ചയാണ് പ്രൈസ് ദി ലോർഡ് അതോറിറ്റി ടീച്ചിങ്. ഇത് അണ്ടർസ്റ്റാൻഡിങ് ദ പവർ ആൻഡ് അതോറിറ്റി എന്നാണ് ഇതിന് ടൈറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. പവറും അതോറിറ്റിയും എന്താണിത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിൽ ആക്കുക. അത് അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയാണ്. നമ്മൾ ഇതൊന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പുതുതായിട്ടിനകത്ത് കൊണ്ടുവന്നതൊന്നുമല്ല. ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന അടിസ്ഥാനത്തിൽ നമ്മളിതൊന്ന് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ കോട്ട് ചെയ്തതാണ് അണ്ടർസ്റ്റാൻഡിങ് ദ പവർ ആൻഡ് അതോറിറ്റി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഇത് ഉപയോഗിച്ചു. ഇത് നടക്കുന്നു. നിങ്ങളും പലരും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ചില സമയത്ത് വരുന്നതോടെ അങ്ങ് മറന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നിപ്പം രാവിലെ ഞാൻ ഓർക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ 2010 നൈജീരിയയിൽ പോയി. നൈജീരിയയിൽ പോകുന്ന അവസരത്തിൽ എൻ്റെ കൂടെ വേറൊരു ദേവദാസനുമുണ്ട്. പോകാൻ വേണ്ടി വളരെ പ്രയാസങ്ങൾ എയർപോർട്ടിലുണ്ടായി. അതിനുശേഷം എല്ലാം അനുകൂലമായി. ഞങ്ങൾ എയർപോർട്ടിൽ ലോഗോസ് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ നൈജീരിയ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ പോയി. അവിടെ അപ്പോൾ എനിക്ക് അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കണം, നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളതല്ല വളരെ ആകാംക്ഷയോടുകൂടി. അവർ 1.5-2 ആഴ്ചയോളമായി അവർ ഉപവാസത്തിലായിരിക്കുന്നു. ചർച്ച് നിറച്ച ആൾക്കാരുണ്ട്. 500-ലധികം പേരുണ്ട്. വളരെ ശക്തമായ ജനം ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ തൊണ്ടയ്ക്ക് ആരോ കയറി പിടിച്ച മാതിരി എനിക്കങ്ങ് സംസാരശേഷിയാണ് പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ട ഇടറിപ്പോയി. എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ വളരെ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ശബ്ദം എടുത്ത് സംസാരിക്കാനായിട്ട് പറ്റിയത്. എന്നാൽ അവിടെ അധികാരത്തിൻ്റെ ശുശ്രൂഷ എനിക്ക് അധികമായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവ് എനിക്ക് കുറച്ചേ ഉള്ളൂ. എന്നാൽ ഇതുപോലുള്ള സിറ്റുവേഷൻ വരുന്ന ഉടനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പ്രായോഗികമായിട്ടുള്ള അറിവ് എനിക്കില്ലായിരുന്നു. അതിനെയാണ് വിസ്ഡം എന്ന് പറയുന്നത്, പ്രായോഗിക ജ്ഞാനം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ജ്ഞാനം എനിക്ക് കുറവായിരുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ബൈബിളിനകത്ത് നമുക്ക് ഇങ്ങനെയാണ് അതിന് വേണമെന്നുണ്ടെങ്കിൽ 3 തരത്തെ ചിന്തിക്കാമത്. ഒന്ന് നോളജ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളായിരിക്കുന്നവർക്ക് ഒരുപാട് അറിവ് തിരുവചനത്തിനകത്തുണ്ട്. മാത്രമല്ല ഒരുപാട് വചനം കാണാതെയും അറിയാം. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളത് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ അത് പ്രായോഗിക പദത്തിൽ കൊണ്ടുവരുന്നില്ല. എതിനെയാണ് വിസ്ഡം എന്ന് പറയുന്നത്? തക്ക സമയത്ത് ഉപയോഗിക്കുന്നതിനെയാണ്. ആ അന്നേരം എനിക്ക് പറ്റാഞ്ഞത് കൊണ്ട് അനേക രോഗികൾ സൗഖ്യമാകേണ്ടതായിരുന്നു, അനേക ഭൂതങ്ങൾ വിട്ടുപോകേണ്ടതായിരുന്നു. എനിക്ക് സാധിച്ചില്ല. എന്നാൽ തുടർമാനമുള്ള ശുശ്രൂഷയിൽ കർത്താവിനെ സഹായിച്ചു. കഴിഞ്ഞ 2012-11 11-ലൊക്കെ വളരെ ശക്തമായിട്ട് കർത്താവിനെ ഉപയോഗിച്ചു. അതിനുശേഷം 14 കഴിഞ്ഞ വർഷം ഞാൻ ഇന്ത്യയിൽ പോയപ്പോൾ ശക്തമായിട്ട് ഉപയോഗിച്ചു. കാരണം
ഗ്രാജുവലി കർത്താവ് എനിക്ക് ഈ പ്രായോഗിക ജ്ഞാനം അഥവാ തക്ക സമയത്ത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കഴിവ് തന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ എന്തുകൊണ്ടായി പറഞ്ഞതിന് ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നതായ അറിവ് പ്രായോഗിക പദത്തിൽ നമ്മൾ കൊണ്ടുവരുന്നില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഹിസ്കിയാവിൻ്റെ കാര്യം തന്നെ കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടു. ഹിസ്കിയാവ് എൻ്റെ അടുക്കൽ പ്രവാചകൻ വന്ന് പറഞ്ഞു, നീ ഗ്രഹകാര്യങ്ങൾ ഒരുക്കിക്കൊള്ളുക, നീ മരിച്ചു പോകും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രവാചകൻ വന്നിട്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്നത്, ഞാൻ സാധാരണ കണ്ടേക്കുന്നത്, ഒന്നുകിൽ ആ പ്രവാചകനെ അവിടെ പിടിച്ചിരുത്തി പ്രാർത്ഥിക്കും, ശൗല് ചെയ്ത മാതിരി. നീ പോകരുത്, നീ ഇവിടെ ഇരി, എന്നോടുകൂടെ വാ, പ്രാർത്ഥിക്കാൻ വാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉടുപ്പിന് കയറി പിടിച്ചു, ഉടുപ്പ് കയറിപ്പോയി, അദ്ദേഹം ശൗലിൻ്റെ രാജ്യത്വം കയറിപ്പോയി എന്ന് പറഞ്ഞ മാതിരി പിടിച്ചിരുത്തും. അല്ലെങ്കിൽ സഭയിലുള്ള ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി, കണ്ടോ പ്രവാചകൻ വന്ന് പറഞ്ഞിട്ട് പോയി, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് ഉപവസിക്കും, പ്രാർത്ഥിക്കും, രാജ്യത്തിനോട് രാജാവായതുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യത്തുള്ള എല്ലാ ജനത്തെയും കൂട്ടി വരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള കഴിവുണ്ട്. നമ്മളൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ, ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യത്തുള്ളൂ. എന്നാൽ അദ്ദേഹം പ്രായോഗിക ജ്ഞാനം എന്താണ് ഉപയോഗിച്ചത്? പ്രവാചകൻ വന്ന് പറഞ്ഞുപോയി, പ്രവാചകനോട് അദ്ദേഹം മറുപടി ഒന്നും പറയുന്നില്ല, മറിച്ച് മുഖം ചുവരിന് നേരെ തിരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ കരഞ്ഞു, അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഡീൽ ചെയ്തു. അതാണ് പ്രായോഗിക ജ്ഞാനം. ശലോമോന്റെ അടുക്കൽ 2 സ്ത്രീകൾ വന്നു ഒരു കേസുമായിട്ട്. ഇന്നത്തെ കോർട്ടിലാണ് ഇതേമാതിരി ഒരു കേസ് വന്നതെന്നുണ്ടെങ്കിൽ അതിന് DNA ടെസ്റ്റ് നടത്തുന്നു, അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, എല്ലാ പരിപാടികളും ചെയ്യുന്നു. അനേക നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ആ കോർട്ടിൽ ഒരു വിധി വരുന്നത്. ആ കുഞ്ഞ് വളർന്ന് 10-15 വയസ്സായി കഴിയുമ്പോഴായിരിക്കും അപ്പനോ അമ്മയ്ക്കോ കിട്ടുന്നത്, അല്ലാതെ ഒരു കുഞ്ഞ് ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. ശലോമോൻ എങ്ങനെയാണ് ഉപയോഗിച്ചത്? യേശുവിന്റെ അടുക്കൽ വന്നവരെ യേശു എങ്ങനെയാണ് ഡീൽ ചെയ്തത്? അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്ന രോഗികളെ എങ്ങനെയാണ് ഡീൽ ചെയ്തത്? അവർക്കുണ്ടായിരുന്ന പവറും അതോറിറ്റിയും അവർ ഉപയോഗിച്ചു. സോ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ആ പവറും അതോറിറ്റിയും നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ ദൈവമക്കളെ കർത്താവിന് സന്തോഷമായി മാറുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് വായിക്കാം എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ആദ്യം അമ്മാവ് എന്ന് വായിച്ചാൽ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഇതൊന്നും നിങ്ങളൊന്ന് അറിയണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവരിൽ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, അപ്പം ആരെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കണം? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ കിട്ടണം. ഇത് നമുക്ക് വെളിപ്പാടായിട്ട് കിട്ടണം. നമുക്കത് വെളിപ്പാടായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഇത് പ്രയോജനമുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ, ഞാൻ ഈ ദൈവഭാഗത്ത് വന്നതിന് ശേഷം എനിക്ക് ദൈവം തന്നിരിക്കുന്ന വെളിപ്പാടുകളുടെ പുറത്താണ് ഞാൻ ജീവിക്കുന്നത്.
വെളിപ്പാടുകളാണ് എന്നെ ഓരോ കാര്യം കേൾക്കുമ്പോഴും അതിൻ്റെ വെളിപ്പാടുകൾ കർത്താവ് എനിക്ക് തരും. ആ വെളിപ്പാടനുസരിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് പ്രസംഗിക്കുന്നതും ഓരോന്ന് ചെയ്യുന്നതും അവിടെ ദൈവത്തിൻ്റെ റിസൾട്ട് ഞാൻ കാണാൻ ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, ആ വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരേണ്ടത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് കർത്താവിൻ്റെ വിളിയാനുള്ള ആശ എന്താണ്, കർത്താവ് വിളിച്ചതിനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും. അപ്പം നമുക്കുള്ള അവകാശം എന്താണെന്ന് നമ്മൾ അറിയണം. അവകാശം അറിയാത്തത് കൊണ്ടാണ് തരണേ തരണേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്തവന് കർത്താവേ എനിക്കതില്ല, കർത്താവേ തരണേ, കർത്താവേ തരണേ, കർത്താവേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഉള്ളവൻ തരണേ എന്നല്ല ചോദിക്കുന്നത്, അത് എടുത്ത് ഉപയോഗിക്കും. ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് തരണേ എന്ന് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമക്കളെ, നമുക്ക് രക്ഷ എന്ന ആ ദാനം കിട്ടിയപ്പോൾ ദൈവത്തിൻ്റെ സർവ്വദാനങ്ങളും സർവ കാര്യങ്ങളും നമുക്ക് ഒറ്റ പാക്കറ്റായിട്ട് തന്നിരിക്കുകയാണ്. അതാണ് കർത്താവ് എൻ്റെ വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ കണ്ടാലും സകലതും കഴിഞ്ഞതൊക്കെ പോയി പുതിയ സൃഷ്ടി ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ആദാമിനെ പോലെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞു. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് പിന്നെ ലഭിക്കണം. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന് നമ്മളിപ്പോൾ എൻ്റെ കൊച്ചു കുഞ്ഞാണെന്നുണ്ടെങ്കിലും അവൾക്കിപ്പോൾ 1.5 വയസ്സുണ്ട്. ഈ 1.5 വയസ്സുള്ള കുഞ്ഞ് അതിൻ്റെ പ്രായത്തിന് പരിധിക്കുള്ള കാര്യങ്ങളാണ് അത് കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും എടുക്കുന്നതും. കഴിഞ്ഞ ദിവസം അതിവിടെ ഏതാണ്ടൊക്കെയോ ഒരുപാട് സെൻറ്റൻസൊക്കെ പറഞ്ഞു, എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, മോളെ ഒരു വലിയ നിങ്ങളുടെ ഒരു സെൻറ്റൻസ് പറഞ്ഞു, പക്ഷേ എനിക്കറിയത്തില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ അവിടെ പരിധിക്കനുസരിച്ച് അവൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് മനുഷ്യർക്ക് ദൈവം അറിവ് തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് മുന്നോട്ട് പോകണം. അതിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാകും. അത് അതിൻ്റേതായിട്ടുള്ള രീതി നമ്മളോട് പറയും. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വായിൽ കിട്ടിയത് മാത്രമേ അതിന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പഠിപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അന്നേരം ആ കുഞ്ഞ് വലുതാകുമ്പോൾ ആ പഠിച്ചതനുസരിച്ചിട്ടായിരിക്കും പിന്നെ വളരുന്നത്. അപ്പം നമുക്കിത് മനസ്സിലാകണം, നമുക്കുള്ള അവകാശം എന്താണെന്ന്. അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇത് വെളിയിൽ നിന്ന് വരുമ്പോൾ നല്ല പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 19-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചാൽ മാമേ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി. അപ്പൊ ഈ ശക്തി എവിടെ തന്നിട്ടുണ്ട്? ശക്തി ഓൾറെഡി തന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ അളവറ്റ ശക്തി വ്യാപരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തുമാത്രമുള്ള മിഷനാണ് ഉപയോഗിക്കേണ്ടത്? ഇപ്പോ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നത് 220 ആണ്. സാധാരണ ലൈറ്റിനൊക്കെ ഉപയോഗിക്കുന്നത് 110 ആണ്. എന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ബാറ്ററിയുടെ പവറാണ് വേണ്ടത്. ഒരു ലാപ്ടോപ്പിന് ഉപയോഗിക്കുന്നത് അതിന് 9 വോൾട്ടോ 12 വോൾട്ടോ വാട്ടെവർ ഇറ്റ് മേ ബി. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പവറുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള പവർ മാത്രമേ അതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ലാപ്ടോപ്പിൻ്റേത് കൊണ്ടുവന്ന് ഞാൻ ക്യാമറയ്ക്ക് കുത്തിയാൽ അത് വർക്ക് ചെയ്യത്തില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള പവറില്ല. അപ്പോൾ ഓരോന്നിനും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും. പിന്നെ അടുത്ത പ്രാർത്ഥിക്കുന്നു, അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ടു അണ്ടർസ്റ്റാൻഡിങ് യുവർ പവർ ആൻഡ് അതോറിറ്റി. പ്രൈസ് ദി ലോർഡ്.
അണ്ടർസ്റ്റാൻഡിങ് ദ പവർ ആൻഡ് അതോറിറ്റി. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എവിടെയാണ് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട്. അടുത്ത വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, പ്രാർത്ഥിക്കുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിനും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത്. അപ്പോ ഈ ശക്തി തന്നെയാണ് യേശുവിനെ ഉയർപ്പിച്ചത്. അപ്പൊ യേശുവിനെ ഉയർപ്പിച്ച ശക്തിയാണ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പൊ കൊച്ചു ശക്തിയാണോ നമുക്ക് തന്നിരിക്കുന്നത്? ദൈവത്തിന്റെ അത്യന്ത ശക്തിയാണ് പ്രിയമുള്ളവരെ നമുക്ക് തന്നിരിക്കുന്നത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് കല്ലറയ്ക്കുള്ളിൽ വെച്ച്, ഇനി നോക്കിയേ, കല്ലറയ്ക്കുള്ളിൽ വെച്ചിട്ട് വലിയ കല്ലുകൊണ്ട് വെച്ച് സീലും വെച്ച് കാവൽക്കാരെ മാക്കി കർത്താവിന്റെ ശരീരത്തിൽ 100 പൗണ്ട് സുഗന്ധദ്രവ്യം പൂശി അത് എന്താണ് ലിനൻ കൊണ്ട് ചുറ്റി അങ്ങനെ 300 പൗണ്ടോളം ചുരുങ്ങിയ പരുവത്തിലായിരിക്കുന്ന ആ ശരീരത്തെ ഉയർപ്പിക്കുന്നതിനുള്ള ശക്തി എങ്ങനെ കർത്താവിന്റെ ശരീരത്തിൽ വ്യാപരിച്ചോ അതേ ശക്തിയാണ് നമുക്കും എനിക്കും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങൾക്കും യേശു കർത്താവ് തന്നിരിക്കുന്നത്. ബൈബിളിനകത്ത് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. ചില സ്ഥലത്ത് എന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്തൊരു ദുഃഖമുണ്ട്. കർത്താവെ, അവിടെ എനിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ. കർത്താവ് അതിനുവേണ്ടി വേറെ മുഖാന്തരങ്ങളെ ഒരുക്കി തരുന്നു. അങ്ങനെയാണ് എന്ന് പറഞ്ഞ പ്രായോഗിക ജ്ഞാനം, അറിവ്. അപ്പോ ഇത് അറിയേണ്ടത് പിന്നെ സ്വർഗത്തിൽ വലത്ത് ഭാഗത്ത് ഇരുത്തി, വലത്ത് ഭാഗത്ത് എല്ലാ ഇനി ഇത് അറിഞ്ഞിരിക്കണം, ഇതാരുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പലരുടെയും ചിന്ത കർത്താവിന്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്, കർത്താവ് നമുക്ക് തന്നിട്ടില്ല എന്ന്. പ്രൈസിലോട് പണ്ടൊക്കെ നമ്മുടെ നാട്ടില് കല്യാണം കഴിച്ച് പെൺപിള്ളാരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മായിയമ്മയുടെ ഇരിക്കും അറയുടെ താക്കോലും, അല്ലെന്നുണ്ടെങ്കിൽ അരിപ്പെട്ടിയുടെ താക്കോലും, അടുക്കളയുടെ താക്കോലും എല്ലാം. പിന്നെ അമ്മായിയമ്മ പറയുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. പ്രൈസലോ. ഇപ്പൊ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഒന്നിച്ചു താമസിക്കാത്തതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല. പണ്ട് അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞ മാതിരി കർത്താവിന്റെ കയ്യിലല്ല ഇത് വെച്ചിരിക്കുന്നത്. സ്തോത്രം. നോക്കിയേ, ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെട്ട സകല നാമത്തിനും മീതെ അത്യന്തം ഇരുത്തുകയും ഒക്കെ. അപ്പൊ ഇനിയും വിളിക്കപ്പെട്ട സകല നാമത്തിനും മീതെ ഇരുത്തി. അപ്പോ ക്യാൻസർ രോഗങ്ങള്, ഏത് രോഗമാണ്? ചിലർ പറയാറുണ്ട് പനിയാ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, ഇപ്പോഴത്തെ വെതറിന്റെ ആയിരിക്കും പാസ്റ്ററെ പനിയുടെ ഒരു പനി പിടിച്ചെന്നെ. ഞാൻ പറഞ്ഞു, വെതറിനെ ഇതിനെ കുറ്റം പറയുന്ന കർത്താവിന്റെ ദാസിയുടെ കുഴപ്പമാണ്. ഈ ലോകത്ത് നമ്മൾ എക്സ്ക്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പനി എന്ന് പറയുന്നത് ഒരു പിശാചികമാണ്. അത് മാത്രമല്ല, അത് ഒരു രോഗമല്ല, അത് ശാപമാണ്. ഞാനല്ല പറഞ്ഞത്, ബൈബിളിനകത്താ പറഞ്ഞിരിക്കുന്നത്. ശാപമാണ് ദൈവമക്കളെ. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിനകത്ത് എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ 28-ാം അധ്യായത്തിനകത്ത് ചെന്നിട്ട് ശാപ കാരണങ്ങളാൽ ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് പഠിക്കണം. അപ്പൊ പറയും, അയ്യോ കർത്താവ് യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് ശാപം മുഴുവൻ നീങ്ങിപ്പോയി. എന്നിട്ട് പിന്നെ നിങ്ങളുടെ രോഗമൊന്നും മാറാത്തെന്താ? കർത്താവ് സകല രോഗങ്ങളോട് വഹിച്ചല്ലോ, എന്നിട്ട് എന്താ മാറാത്തത്? നിങ്ങൾ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാത്തതുകൊണ്ട് പറ്റാത്തത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ശക്തി വ്യാപരിക്കുന്നത്. സ്വത്രം. നിങ്ങൾ ഏറ്റെടുക്കും. എല്ലാവർക്കും ഫ്ലൂ ഉണ്ട്, എനിക്ക് ഫ്ലൂ വരും, അതുകൊണ്ട് പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നു. ഫ്ലൂ
പ്രൈസ് ദി ലോർഡ്. ഫീവർ വരും, പിന്നെ പനി. അയ്യോ എനിക്ക് പനിയാണ്, നിന്റെ അടുത്ത് വരണ്ട, പനി പകരുന്നതാ. അപ്പൊ നിങ്ങൾ തന്നെ അത് ഏറ്റെടുക്കുന്നു, ഈ ശാപവസ്തുവിനെ. കർത്താവല്ല തരുന്നത്. ഇന്നാണ് ഞാനൊരു ദിവസം പ്രാർത്ഥനയ്ക്ക് ഒരു വീട്ടിൽ ചെന്നെ പറഞ്ഞു, എനിക്ക് അച്ഛാ മോന് പനിയായിട്ടിരിക്കും. ഞാൻ പറഞ്ഞു അതിനോട് പറയാം ഇറങ്ങി വരാം. അയ്യോ പാസ്റ്ററിന് പറയും. ഞാൻ പറഞ്ഞു എനിക്ക് പകരും എന്ന് പറഞ്ഞ് മേടിക്കൊന്നും വേണ്ട, എനിക്ക് പകരത്തില്ല, ഞാനിതുവരെ പറഞ്ഞു വിടാനാണ് വന്നത്. ഈ ജീവൻ പോയ ചെറുക്കനാണ് അടുത്ത് വരത്തില്ല. എന്റെ കുഴപ്പമാണെന്നോ? പ്രാർത്ഥിച്ച് വിടുതൽ കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ എനിക്ക് തന്നെ ആ കഥ അടിച്ച് തല്ലിപ്പൊടിച്ച് അതിനകത്ത് കയറാൻ പറ്റുമോ? ദൈവമക്കളെ, നമ്മൾ വിശ്വസിക്കാൻ പഠിക്കണം. എങ്ങനെയാണെന്നറിയാമോ? കർത്താവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അവൻ്റെ നാമത്തിന് മീതെ എന്നെ ഇരുത്തിയിരിക്കുകയാണെന്നാണ്. സകല നാമത്തിനും മീതെ എന്നെ ഇരുത്തിയിരിക്കുകയാണ്. ഈ ഫീവറിന് മീതെ എന്നെ ഇരുത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഏത് രോഗമാണ് എല്ലാത്തിനും മീതെ ഇരുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ അതോറിറ്റി ഉപയോഗിക്കാൻ പഠിക്കണം. എന്നിട്ട് നോക്കിയാൽ അതിൻ്റെ തലയാക്കി അവനെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി. അത് വൃത്തിയായി ഓർത്തണം. 22 സർവവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽ കീഴാക്കി വെച്ച് ബാക്കി എന്താണ്? അവനെ സർവത്തിനും മീതെ തലയാക്കി. യേശു ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത്? തലയാണ്. തലക്കുള്ള പ്രത്യേകത എന്താണ്? ഇനി ആ തലയെ പറ്റി ചിന്തിക്കണം. ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുന്നത്. ബ്രെയിൻ ഒരിക്കലും പോയി അവിടെ പോയി ഒരു സാധനം പോയി ആ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്ന സാധനം എടുത്ത് കഴിക്കത്തൊന്നുമില്ല. കഴിക്കുമോ? നിന്റെ കാലാണ് നടന്നു പോകുന്നത്, നിന്റെ കൈയാണ് ഫ്രിഡ്ജിനകത്തും സാധനം എടുക്കുന്നത്. ബ്രെയിൻ പറയും നിനക്ക് എവിടെയെങ്കിലും ശരീരത്തിന്റെ ഭാഗത്ത് ചൊറിയുന്നുണ്ടെങ്കിൽ പോയി ചൊറിയാനായിട്ട് ആരോട് പറയും? വിരലിനോട് പറയും, പോയി ചൊറിയാൻ പറയും. ഒരു ഗ്ലാസ് വെള്ളം എടുക്കണമെന്നുണ്ടെങ്കിൽ പറയും, നിന്റെ കൈയോട് പറയും, പോയി കൈ വെള്ളം എടുത്ത് കുടിക്കാൻ പറയും. ബ്രെയിനാണ് ഓർഡർ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ബ്രെയിൻ അതിനുള്ള പവറുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രെയിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കത്തില്ല. പിന്നെ ആരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത് അറിയോ? ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ അടുക്കൽ നിന്ന് ഡോക്ടറെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഡോക്ടർമാരുടെ മരുന്ന് ഇപ്പോഴത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇപ്പോഴത്തെ മരുന്ന്, ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ വേറെ 2 രോഗം ഉണ്ടാക്കുന്നതാണ് ഒരു മരുന്ന്. ഇതിനെ നശിപ്പിക്കും, വേറെ 2 കൂടി വരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് നമ്മുടെ അവന്റെ തലയാക്കി. 23 വാക്യം അമ്മാമ എന്ന് വായിച്ച ആരുടെ കാൽക്കയിലാണ് ഇതെല്ലാം അധികാരവും പവറും എല്ലാം ഇരിക്കുന്നത്? നമ്മുടെ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നിങ്ങൾ ഒന്ന് ചർച്ച ആണോ? സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂടിയിരിക്കുന്നവരാണ് സഭ. കർത്താവിൻ്റെ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതും ചിലരുടെ നാളെ നമ്മുടെ കൈകൊട്ടി പാടിയാൽ അവിടെ ദൈവമുണ്ട്. കൈകൊട്ടി ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. കൈകൊട്ടി കൈയടിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവം പ്രവർത്തിക്കും. അങ്ങനെയൊന്നുമല്ല കർത്താവ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്ന് കൈകൊട്ടിക്കോ, ഞാൻ അവിടെ വരാം, ഞാൻ പ്രവർത്തിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ബൈബിളിനകത്ത് ഉള്ളിൽ എഴുതിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആണെങ്കിൽ കൈകൊട്ടുന്നിടത്തെല്ലാം കർത്താവ് വരണം. ഫുട്ബോളും വോളിബോളും ഒക്കെ അവിടെയൊക്കെ ഓരോന്ന് എന്താണ് ക്രിക്കറ്റും ഇതൊക്കെ അവിടെയൊക്കെ ഭയങ്കര കൈയടിയും ബഹളങ്ങളൊക്കെ അടങ്ങില്ല. അവിടെല്ലാം കർത്താവ് വന്ന് പ്രവർത്തിക്കണമല്ലോ, അത്ഭുതങ്ങൾ. സ്തോത്രം. ദൈവമക്കളെ, കൈ കൊട്ടുന്നു എന്നുള്ളതല്ല ഇവിടെ വേണ്ടത്. കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. Understanding the power and the authority what God has given to us. യേശു നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന പവറും അതോറിറ്റിയും. എഫേസ്യർ 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യം വായിച്ചാൽ മതി. മതി. അതിക്രമങ്ങളാലും പാപങ്ങളായാലും മരിച്ചിരുന്ന നിങ്ങൾ. അതിനകത്ത് പാപത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവൻ നല്ലവനായിരുന്നു, ഇവൻ കെട്ടവനായിരുന്നു എന്ന് വല്ല വ്യത്യാസം വല്ലതും ഉണ്ടായിരുന്നോ? ഒരു വ്യത്യാസവുമില്ല. ഈ നമുക്കുള്ള കുഴപ്പം എന്താ പറയുക? നമ്മൾ വ്യത്യാസം കാണുന്നതാണ് കുഴപ്പം.
നമ്മൾ വ്യത്യാസം കണ്ടാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളെ, ഇപ്പം എന്നെ വേറൊരാളുമായിട്ട് തുലനം ചെയ്താൽ കർത്താവിനത് പറ്റത്തില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്ന കണ്ണാണ് കർത്താവിനെ. അതുപോലെ കാണാൻ നമ്മൾ പഠിക്കണം. കുറഞ്ഞവരെന്നോ കൂടിയവരെന്നോ കാണാൻ പാടില്ല. അത് അപ്പോസ്തലനായ യാക്കോബ് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. യേശു കർത്താവ് അങ്ങനെ ആരെയും നോക്കുന്നില്ല, എല്ലാവരെയും ഒരുപോലെ നോക്കുന്നു. വായിച്ചു ബാക്കി. മതി. അതിനകത്തിൽ കഴിഞ്ഞ ദിവസം ഒരു അമ്മാമ്മ എന്നോട് ചോദിച്ചു, സ്ത്രീകൾക്കും ഈ അധികാരമുണ്ടോ? അതിനകത്തിൽ സ്ത്രീ വേറെ പുരുഷൻ വേറെ എന്ന് പോലെ എഴുതിയിട്ടുണ്ടോ അമ്മാമ്മ? ഇല്ലല്ലോ. ഇതെല്ലാവരും ഒരുപോലെ ഉള്ളൂ. എല്ലാവരെയും ഒരേ ദ്രാസിൽ തന്നെയാണ് കാണുന്നത്. ഇപ്പൊ സ്ത്രീ ആയാലും പുരുഷനായാലും കർത്താവിന്റെ വേല ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ കർത്താവ് അതുകൂടെ പ്രവർത്തിക്കും. കർത്താവിന് സ്ത്രീ എന്നോ പുരുഷനോ ഒന്നുമില്ല. മാനവരാശിക്കാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. അവന്റെ ശിഷ്യന്മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത വാക്യം. ആ കോപത്തിന്റെ മക്കൾ എന്ന് പറയുന്നുണ്ട്. അതിന് സ്ത്രീ എന്നും പുരുഷനെന്നോ അല്ല കൂടിയ ഭാവം ചെയ്യുന്നവനെന്നോ കുറഞ്ഞ ഭാവം ചെയ്യുന്നവനെന്നോ അവൻ അത് സെൻട്രൽ പാസ്റ്ററെന്നോ ഇത് കുഞ്ഞൻ പാസ്റ്ററെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് വിശ്വാസിന്നോ അത് പുതിയ വിശ്വാസിന്നോ പഴയ വിശ്വാസിന്നോ ഞങ്ങൾ പപ്പനപ്പൂപ്പന്മാരുടെ കാലം പോലെയുള്ള വിശ്വാസിന്നോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. അടുത്തത് കരുണാസമ്പന്നനായ ദൈവമോ എന്നെയും നിങ്ങളെയും വലിയ വാസനെയും ചെറിയ വാസനെയും കൊച്ചു മനുഷ്യനെയും വലിയ മനുഷ്യനെയും സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അപ്പൊ എല്ലാവരും അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു. ഒരു വ്യത്യാസവുമില്ല. അപ്പൊ ഇപ്പൊ എന്നെ കേൾക്കുന്നവരും എല്ലാവരും വലിയ വാസനെന്നോ ചെറിയ വാസനെന്നോ അല്ലെന്നുണ്ട് വലിയ ആളെന്നോ ചെറിയ ആളെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ അതിക്രമങ്ങളാലും പാപങ്ങളായും മരിച്ചവരായ നിങ്ങളെയും ഉയർപ്പിച്ച് പിന്നെ അടുത്ത വാക്യം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ. ക്രിസ്തയേശുവിൽ 6-7 വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തയേശുവിൽ നമ്മളെ കുറിച്ച് എന്നെയും നിങ്ങളെയും കുറിച്ച് ഉള്ള വാത്സല്യത്തിൽ ഇപ്പം നമുക്ക് മക്കളുമുണ്ട്, കൊച്ചുമക്കളുമുണ്ട്. ഒരു മക്കളും കുഞ്ഞുമക്കളും. എനിക്ക് കൊച്ചുമകൾ വരുന്നവരെ എനിക്ക് ആ വാത്സല്യത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരുന്നു. എന്നാൽ വല്യപ്പച്ചൻ്റെ ഒക്കെ വാത്സല്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നിൽ എങ്ങനെ ആ വാത്സല്യം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഒരു കൊച്ചുമകൾ വന്നപ്പോഴാണ് എന്നിലുള്ള വാത്സല്യം ഉണർന്നു വന്നത്. അപ്പൊ ഇത് നോക്കണം. നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത തലത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്, അപ്പൊ കൃപയുടെ ആ വലിയ ധനത്തെ, ആ കൃപയുടെ മാഹാത്മ്യത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് എന്ത് ചെയ്തു? ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർപ്പിച്ച് എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തേ. ഇപ്പൊ ഒരു വലിയ ആളോടുകൂടി സകലത്തെ സൃഷ്ടിച്ചവനോടുകൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എത്രമാത്രം പവറും അതോറിറ്റിയും ഉണ്ട്. ഞാനിപ്പോൾ ഉദ്ദേശിച്ചു ഇവിടുത്തെ പ്രസിഡന്റിനോടുകൂടെ ഞാനൊന്ന് 1 മിനിറ്റ് നേരം ഒന്ന് ഇരുന്നിരിക്കട്ടെ. അങ്ങനെ ഒന്നും നടക്കാൻ തോന്നില്ല. ഞാനൊട്ട് എന്നെല്ലാം ആഗ്രഹിച്ചെന്ന് പറഞ്ഞാലും നടന്നു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ ഒന്ന് ഇരുന്നിരിക്കട്ടെ.
പിന്നെ എൻ്റെ ഗമ പിന്നെ എന്തായിരിക്കും? പിന്നെ ഞാൻ ആ ഫോട്ടോ എടുത്തിട്ട് എവിടെല്ലാം അയച്ചു കൊടുക്കും. പിന്നെ ആരെല്ലാം പിന്നെ എന്നെ വിളിച്ചെന്തോരും എന്നെ എന്തോരും വലിയ ബഹുമാനമായിരിക്കും, അല്ലായിരിക്കുമോ? എന്തുകൊണ്ടാണ്? ഒരു വലിയ മനുഷ്യൻ്റെ കൂടെ ഇരുന്നു എന്നുള്ളത്. എന്നാൽ ഇപ്പം ഇരിക്കുന്നത് ആരോടുകൂടിയാണ്? വലിയ മനുഷ്യൻ്റെ കൂടെ ആണോ? ലോകത്തിലുള്ള വലിയ മനുഷ്യൻ്റെ കൂടെ ആണോ? മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നവരാ നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇനിയും അതിനെ പുറമോട്ട് വായിക്കണമെന്നുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇനി 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 3-ാം അധ്യായത്തിനകത്ത് 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും വായിച്ച് മനസ്സിലാക്കി തരണമെന്നുള്ള ഓരോ വാക്യങ്ങളും അതിൻ്റെതായിട്ടുള്ള ലെവലിൽ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം കർത്താവ് ഞാൻ പോകുന്ന ചർച്ചിലെ ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഞാൻ ഈ ബുക്ക് ഓഫ് റെവലേഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുക്ക് ഓഫ് റെവലേഷൻ ഞാൻ 2006, 2007 കാലങ്ങളിൽ ഞാൻ പഠിപ്പിച്ചതും ഞാൻ അതിനുശേഷം അത് ഇൻ്റർനെറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. വേർഡ് ടു വേർഡ് എക്സ്പ്ലനേഷൻ, വേർഡ് ടു വേർഡ് ഇൻ്റർപ്രിറ്റേഷൻ കൊടുത്തുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് ദേവദാസൻ പറയായിരുന്നു, സാധാരണഗതിയിൽ അങ്ങനെ വേർഡ് ടു വേർഡ് ആരും പഠിപ്പിക്കാറില്ല. അവർ പൊതുവായിട്ട് ഒന്ന് പഠിപ്പിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വേർഡ് ടു വേർഡ് പഠിക്കുന്നതാണ് ഇഷ്ടം. പഠിക്കുന്ന ഉടനെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തെ മുഴുവൻ എസൻസും നമുക്ക് ലഭിക്കും, മുഴുവൻ പവറും എനിക്ക് അതിനകത്തുനിന്ന് ലഭിക്കും. അതേസമയം ഒരു വാക്യം എടുത്തിട്ട് ജനസിസ് ടു റെവലേഷൻ ഓടിപ്പോയാൽ എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഇവിടെ എഴുതിയിരിക്കുന്നതിനുള്ള ആ മർമ്മം എനിക്ക് ലഭിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ നമുക്ക് ഇതിൻ്റെ 8, 9, 10 വാക്യങ്ങൾ വായിച്ചാണ് 3-ാം അധ്യായത്തിൻ്റെ. എട്ടാമത്തെ വാക്യം മാത്രം നിന്ന് ചിന്തിച്ചാൽ എന്തുമാത്രമുണ്ടെന്ന് നോക്കിയേ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പറഞ്ഞുകൂടാൻ പറ്റാത്ത ധനത്തെക്കുറിച്ച്. നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ നമുക്ക് എന്തോ വല്ലതുണ്ടെന്ന് തോന്നുമോ? നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ കൂടെ വല്ലതും ഉണ്ടെന്ന് തോന്നുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുക, റോമാലേഖനത്തിനകത്ത് വായിക്കുന്നത് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാകുന്നു. എല്ലാവർക്കും അപ്രമേയ ധനത്തെക്കുറിച്ച് ജാതികളോട് അറിയിക്കണം. നമ്മളാരാ? നമ്മൾ ജാതികളാണ്. യഹൂദരല്ലാത്തവരെല്ലാം ജാതികളാണ്. നമ്മളെ ഇപ്പോൾ ദൈവത്തിൽ വന്നപ്പോൾ നമ്മൾ വിശുദ്ധ ജനമായിട്ട് മാറി, സ്വന്തം ജനമായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് അറിയിക്കണമെന്നും പിന്നെ അടുത്ത വാക്യം വായിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പ്രയോജനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അനാദികാലം മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലം ഉണ്ടാകുന്നതിന് മുമ്പ്, കാലത്തിന് മുമ്പ്, അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അനാദികാലം മുതൽ, എന്നാൽ ലോകമുണ്ടാകുന്നതിന് മുമ്പ് മുതൽ, കാലങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന മർമ്മം, ഇതാണ് യേശു കർത്താവ് വന്നപ്പോൾ പ്രസംഗിച്ചത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ. ഈ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അനേക വിശുദ്ധന്മാരും നീതിമാന്മാരും ഇത് അറിയാൻ വേണ്ടി ജാഗരിച്ചു, ചിന്തിച്ചു നോക്കി, ആഗ്രഹിച്ചു. അവർ കാണാൻ ആഗ്രഹിച്ചു, കണ്ടില്ല. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിച്ചാട്ട് മാമേ.
അതുപോലെ തന്നെ പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 1 പത്രോസ് 1-ാം അധ്യായത്തിനകത്ത് ഉണ്ട് 10 മുതലുള്ള വാക്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 10 മുതൽ 12 വരെയുള്ള വാക്യത്തിനകത്ത് പത്രോസിന്റെ ലേഖനത്തിനകത്തുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായത്തിനകത്ത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 16 മുതലുള്ള വാക്യം, 16, 17, 18 വാക്യം വായിച്ചു. മതി. അപ്പോൾ കർത്താവ് പറയുകയാണ്, ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളതാ. അനേകരെ ഇതറിയാൻ വേണ്ടി ആഗ്രഹിച്ചു, പറ്റിയില്ല. ഇത് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. പിന്നെ ഒടുവിൽ എവിടെയാണ് മനസ്സിലാകുന്നത്? അപ്പോസ്തലനായ പൗലോസിനാണ് അനാദികാലം മുതലുള്ള ദൈവത്തിന്റെ മർമ്മം മനസ്സിലാക്കി അത് ജാതികളായി നമുക്ക് തന്നിട്ട് നമ്മളിത് മനസ്സിലാക്കാതെ ചർച്ച കളിച്ചിട്ട് നടക്കുക. ഇനി അപ്പോസ്തലനായ പത്രോസ് എന്താ പറയുന്നത് നോക്കിയോ? 1-ാം അധ്യായം 1 പത്രോസ് 1-ാം അധ്യായം അതിന് 10 മുതൽ 12 വരെയുള്ള വാക്യത്തിനകത്ത് പത്രോസ് പറയുന്നത്, അടുത്തോട് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. ആരാ ഗ്രഹിപ്പിച്ചു തരുന്നത്? പൗലോസാ ഗ്രഹിപ്പിച്ചു തരുന്നത്. എഫേസ്യ ലേഖനം അതുപോലെ തന്നെ ലേഖനങ്ങളിലെ ഏറ്റവും മുന്തിയ ലേഖനമാണ്. അതിന്റെ നമ്പർ 1 ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് എഫേസ്യ ലേഖനം, ഗലാത്യ ലേഖനം, എബ്രായ ലേഖനം. പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് ദൂതന്മാരും കുനിഞ്ഞു നോക്കി, ആർക്കും കിട്ടിയിട്ടില്ല. എന്നാൽ പൗലോസിന് കിട്ടി. വെളിപ്പാടുകളുടെ ആധിക്യം, മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. അത് നമുക്ക് വെളിപ്പെടുത്തി തന്നു. നമ്മൾ ഇതിപ്പോ എന്താ ചെയ്തിരിക്കുകയാണ്? നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കിതെല്ലാം കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എത്ര പേർ ഉപയോഗിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഉപയോഗിച്ചാൽ എൻ്റെ ദൈവമക്കളെ, ഇത് നിങ്ങൾക്ക് അനുഗ്രഹവും മറ്റുള്ളവർക്ക് വിടുതലും കർത്താവിന് അത് സന്തോഷവുമായിരിക്കും. ഇനി നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. അതിനകത്ത് പറഞ്ഞത് ഇപ്രകാരമാണ്: അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അതാ 8-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞെന്തായിരുന്നു? എഫേസ്യ ലേഖനത്തിനകത്ത് 8-ാമത്തെ വാക്യത്തിനകത്ത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ആ കൃപയുടെ ധനത്തെ കുറിച്ച്. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആ കൃപയുടെ, ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയമായ ധനത്തെ കുറിച്ച് പ്രസംഗിക്കുവാനും സർവ്വ സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിക്കുവാനുമായി കൃപ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. സഭയുടെ ജോലി ജനത്തെ അറിയിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി അതിന് 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് ഞാനിത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമോ ചെയ്യത്തില്ലയോ എനിക്കറിയത്തില്ല. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കണം. അപ്പോസ്തലനായ പൗലോസിന്റെ 2 പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ പ്രാർത്ഥന 1-ാം അധ്യായത്തിലും, രണ്ടാമത്തെ പ്രാർത്ഥന എഫേസ്യ ലേഖനത്തിലുള്ള പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞ് ഈ രണ്ടാമത്തെ പ്രാർത്ഥന 3-ാം അധ്യായത്തിലും കാണാൻ സാധിക്കും. ഇത് നമുക്ക് വേണ്ടിയാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. ഇത് ആ പ്രാർത്ഥനയുടെ ഉദ്ദേശം നമുക്ക് വേണ്ടിയാണ്. ഇത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. 16-ാമത്തെ വാക്യം മുതലുള്ള ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾക്ക് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ആര് ബലപ്പെടണം? ശക്തിയോടെ ബലപ്പെടണം. ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. എന്താ ബലപ്പെടാത്തത്? ബലപ്പെടാത്തത് ഇപ്പോഴും ഇരുന്നുകൊണ്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നാളൊരു ദിവസം എന്നോട് ഒരു അച്ചാൻ ചോദിച്ചു, ദാവീദ് എങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചത്? ദാവീദിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണെന്നുണ്ട് പിന്നെ പഴയ നിയമത്തിൽ പോയിരുന്നാൽ പോരായോ? എന്തിനാ പുതിയ നിയമത്തിലേക്ക് വന്നേക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയങ്ങളും കാലങ്ങളും ദൈവം വെച്ചിട്ടുണ്ട്. ഓരോന്നും പഠിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ അതിനെ പഠിക്കണം. ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഓരോന്നും അതതിൻ്റെതായിട്ടുള്ള ലെവലിലാണ് കർത്താവ് എല്ലാം പ്രോഗ്രസീവായിട്ടാണ് പോകുന്നത്. അല്ലാതെ അവിടെ ചെന്നിട്ട് പിന്നെ പോയി പഴയതിനകത്ത് ഇല്ലെന്നല്ല. പഴയ നിയമം മുഴുവനും നമ്മളെ എൻകറേജ് ചെയ്യുന്നതാണ്. പഴയ നിയമം മുഴുവനും ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചത്, അതനുസരിച്ചിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അടുത്ത ആഴ്ച നിങ്ങൾക്കത് മനസ്സിലാകും. പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചാണ് അടുത്ത ആഴ്ച നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. ടു അണ്ടർസ്റ്റാൻഡിങ് ദ പവർ ആൻഡ് അതോറിറ്റി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന്റെ വാക്യഭാഗം വായിച്ചാൽ 17 മുതൽ 21 വരെയുള്ള വാക്യം. ആ ഒടുവിലത്തെ 20-ാമത്തെ വാക്യം അമേരിക്കയിലുള്ളവരും ഒരുപാട് ദൈവദാസന്മാരും ദൈവദാസിമാരും കേരളത്തിലുള്ളവരും ഒരുപാട് ദൈവദാസന്മാരും ദൈവദാസിമാരും 20-ാമത്തെ വാക്യം മാത്രം വായിച്ചിട്ട് ഒരുപാട് ഇളക്കപ്പെരുപ്പം നടത്തുന്നുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന്, അതിൻ്റെ മീനിങ് എന്താണെന്ന് ഒന്നും മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. അത്യന്തപരമായി ചോദിക്കുന്നത് നിനക്കെങ്കിലും അത്യന്തപരമായി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. അപ്പോഴത്തേക്ക് കയ്യടിയായി ബഹളമായി ഹല്ലേലൂയായി സ്തോത്രമായി. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ചോദിക്കുന്നതിലും അതിനകത്ത് ഒരു വാക്യമുണ്ട്, എന്നാൽ എന്നൊരു ഭാഗമുണ്ട്. എന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മേളത്തെ ഭാഗം നോക്കണം. അതൊന്നും പറയത്തൊന്നുമില്ല. നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി ഉപരിയായി ചെയ്യുവാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ് എന്നാണ് എല്ലാവരും പ്രസംഗിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി തീരും. അങ്ങനെ ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല. അമ്മാമ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പൊ ചെയ്യുന്നത് ആരാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം ഉപരിയായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. ഹലോ, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനാരാണ്? സഭയിലും ക്രിസ്തയേശുവിലും എന്നേക്കും തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. നമ്മിൽ കഴിയുന്ന ആ ശക്തി, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക്, ആ ശക്തി ആരാണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയല്ല, ഹിസ് എ പേഴ്സൺ. ആ പേഴ്സന്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ എവിടെയാണ് വസിക്കുന്നത്? എന്നിലും നിന്നിലും വ്യാപരിക്കുന്ന ശക്തി.
അപ്പൊ ഈ പവർ ആർക്ക് തന്നിരിക്കുകയാണ്? എന്നിട്ട് നമ്മൾ ആരോടെ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ ഇതിന്മേൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറ. പിന്നെ അറിവ് കേടുകൊണ്ട് കർത്താവ് എങ്ങനെ യോഗയെ പ്രവർത്തിച്ചൊക്കെ എടുക്കുന്നുണ്ട്. കർത്താവിൻ്റെ അല്ല, നമ്മുടെ അറിവ് കേടുകൊണ്ട്. ദൈവമക്കളെ, ദൈവം പറഞ്ഞിരിക്കുന്നത്, ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത് എങ്ങനെയാണ്? വിശ്വാസത്താൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി. എങ്ങനെയാണ് സ്നേഹത്തിൽ വരുന്ന? ഒരുത്തനെ കണ്ടുകൂടാ. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്, തന്നിട്ടുണ്ട്. നോക്കിയേ, സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ ഐക്യതയിൽ പോകണം. കുടുംബങ്ങളിൽ, സഭകളിൽ, മാതാപിതാക്കള്, സഹോദരങ്ങള്, അന്യോന്യം, ജോലിയിൽ എന്ത് വഴിയാ? സൂപ്പർവൈസറോട് നടക്കുക, എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. നടക്കുമോ? സ്നേഹത്തിൽ വരുന്ന അടിസ്ഥാനം. അപ്പൊ സ്നേഹത്തിന്റെ അടിസ്ഥാനം ആദ്യം വേണം. അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവുമെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് അറിയുവാനും. അപ്പൊ ക്രിസ്തു നമ്മളെ സ്നേഹിച്ച സ്നേഹത്തെ കുറിച്ച് അറിയുവാനും പിന്നെ പ്രാപ്തരാകുകയും, സ്നേഹത്തെ കുറിച്ച് അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ നിറവോളം നിറഞ്ഞു വന്നാൽ നീ ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി നിന്നെ വ്യാപരിക്കുന്ന ശക്തി ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ നിറവോളം നിറഞ്ഞു വന്നാൽ. ഹലോ, ഇതിപ്പോ പ്രശ്നമാണ്. മോനിച്ചമ്പാസ് ഇപ്പൊ പ്രസംഗിച്ചപ്പോ പ്രശ്നമാണെന്ന് പറയുന്നത്. ദൈവമക്കളെ, ഇറ്റ്സ് എ സീരിയസ് മാറ്റർ. നമ്മള് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു വരണം. ക്രിസ്തുവിന്റെ സ്നേഹം എന്തായിരുന്നു? ക്ഷമിക്കുക, എന്നിട്ട് സ്നേഹിക്കുക. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ശക്തി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ there is a terms and conditions are there. ഇതിനകത്ത് ഈ ലൈനിൽ കൂടെ പവർ പോകണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആ ലൈന് ബ്ലോക്കേജ് ഉണ്ടാകും, പവർ പോകത്തില്ല, ഈ ശക്തി വർക്ക് ചെയ്യത്തില്ല. ഈ അണ്ടർസ്റ്റാൻഡിങ് ദ പവർ ആൻഡ് അതോറിറ്റി. അതിന് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്, അവൻ വിശുദ്ധനാകിയാൽ നിങ്ങളും എന്തായിത്തീരണം? വിശുദ്ധനാകണം. വിശുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവനോടുകൂടെ വസിക്കുക. ലോകത്തിൽ വസിക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് അനേകര് ലോകത്തിലാണ് വസിക്കുന്നത്. അപ്പൊ ചോദിക്കും, പാസ്റ്റർ ലോകത്തിലല്ലേ വേറെ പലയിടത്തും? ഞാനും ലോകത്തിലാണ് വസിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകണം. കർത്താവിനോടുകൂടെ വസിക്കുക. എങ്കിലേ കർത്താവിന്, നമ്മളിൽ വസിക്കുന്ന കർത്താവിന് നമ്മൾ ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തം പരമായി നടത്തുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഈ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിനെ സഹായിച്ചു. കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ് പവർ ആൻഡ് അതോറിറ്റി.